നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഞാൻ ഇത്തവണ ബ്രസീലിനെ കോപ്പ അമേരിക്കയിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. ബ്രസീലിൻ്റെ മത്സരങ്ങൾ ഞാൻ കാണുന്നില്ല. അത്രയും മോശമായ നിലവാരത്തിലുള്ളൊരു ടീമാണ് ബ്രസീലിൻ്റേത്. സമീപകാലത്തെ ഏറ്റവും മോശമായിട്ടുള്ളൊരു ടീം. ഈ താരങ്ങൾക്ക് ഒരു തരത്തിലുള്ള ആത്മാർത്ഥതയുമില്ല. ഒരുപാട് ആവറേജ് താരങ്ങളാണ് ടീമിനായിട്ട് പന്ത് തട്ടുന്നത് എന്നൊക്കെ റൊണാൾഡീഞ്ഞോ കഴിഞ്ഞ ദിവസം പറഞ്ഞത് വലിയ രൂപത്തിലുള്ള വിവാദങ്ങളിലേക്കും ചർച്ചകളിലേക്കും ഒക്കെ വഴിവെച്ചിരുന്നല്ലോ. എന്നാൽ പിന്നെ റൊണാൾഡീഞ്ഞോ തിരുത്തി, വ്യക്തത വരുത്തി. അതായത് താൻ ഇൻ്റർനെറ്റിൽ പല ബ്രസീലിയൻ ആരാധകരും പറയുന്ന വാക്കുകൾ എടുത്തങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് യഥാർത്ഥത്തിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻ്റെ ഭാഗമാണ്. അത് ബ്രസീൽ ടീമിന് ഇപ്പോഴാണ് ഏറ്റവും അധികം വലിയ സപ്പോർട്ട് വേണ്ടത് എന്ന തരത്തിലുള്ള ഒരു മെസ്സേജാക്കി അദ്ദേഹം മാറ്റി. മറിച്ച് ബ്രസീൽ ടീമിനെ ഒരിക്കലും താൻ അബാൻഡൻ ചെയ്യില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം ഇത് റെക്സോണ ബ്രസീലിൻ്റെ ഒരു പരസ്യത്തിൻ്റെ ഭാഗമായിട്ടൊരു പബ്ലിസിറ്റി സ്റ്റണ്ട് നടത്തിയതാണ് എന്നുള്ളത് വ്യക്തമാവുകയും ചെയ്തു. പക്ഷേ അതിനെക്കുറിച്ചുള്ള ചർച്ചയും തർക്കവിതർക്കങ്ങളും ഒക്കെ ഇപ്പോഴും തുടരുകയാണ്. റാഫീഞ്ഞ പോലും ബ്രസീലിൻ്റെ ആ പ്രസ് കോൺഫറൻസിൽ അതിനെക്കുറിച്ച് പ്രതികരിച്ചു. അദ്ദേഹം അങ്ങനെ തന്നെ പറഞ്ഞു, ഇത് പബ്ലിസിറ്റി സ്റ്റണ്ട് ആണെങ്കിലും അല്ലെങ്കിലും ഇവിടെ ആരും, ബ്രസീൽ ടീമിൽ ആരും ഒരു ആത്മാർത്ഥതയില്ലാതെയല്ല ജേഴ്സി അണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ എത്തുന്ന എല്ലാവരും അത്രയധികം ഡെഡിക്കേഷനോടുകൂടി തന്നെ തങ്ങളാലാവുന്നത് ചെയ്യുന്നുണ്ട്. 3 കൊല്ലമായിട്ട് ഞാൻ ബ്രസീലിയൻ ടീമിലുണ്ട്, എനിക്കറിയാം ഓരോ താരങ്ങളും എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത് എന്ന് റാഫീഞ്ഞ കൃത്യമായിട്ട് പറഞ്ഞു. പക്ഷേ ചോദ്യം ഇതാണ്, റൊണാൾഡീഞ്ഞോ പറഞ്ഞല്ലോ ഇൻ്റർനെറ്റിൽ ഇങ്ങനെ കാണുന്നു മറ്റു ബ്രസീലിയൻ ആരാധകർ ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന്. ബ്രസീൽ ഒരു ആത്മാർത്ഥതയുമില്ലാതെയാണോ താരങ്ങൾ പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്നത്? അതൊരു വലിയ ചോദ്യം തന്നെയാണ്. ഇത്തരത്തിൽ ഒരു വിമർശനം വരുത്താനും അതൊരു പബ്ലിസിറ്റി സ്റ്റണ്ടാക്കാനും ഒരു അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻ ആക്കാനും റൊണാൾഡീഞ്ഞോയെ പോലുള്ളൊരു താരത്തെ തന്നെ ഉപയോഗപ്പെടുത്താൻ ആ ഒരു റെക്സോണ ബ്രസീലാണല്ലോ, അവർ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനമായ ചോദ്യം, മർമ്മപ്രധാനമായ ചോദ്യം. അതിലേക്ക് നമുക്ക് വെളിച്ചം വീശാൻ റൊമാരിയോയുടെ ഒരു വിശകലനം വേണമെങ്കിൽ പരിശോധിക്കാം. റൊമാരിയോ ഇതിനോട് പ്രതികരിച്ചിരുന്നു. മുൻ ബ്രസീലിയൻ സൂപ്പർ താരം റൊമാരിയോ, 94 വേൾഡ് കപ്പിൽ ബ്രസീലിനെ കിരീടത്തിലേക്ക് കൊണ്ടുപോയ സൂപ്പർ സ്റ്റാർ റൊമാരിയോ. അദ്ദേഹം പറഞ്ഞത്, തീർച്ചയായിട്ടും ബ്രസീലിയൻ ടീം ഇപ്പോൾ അത്ര മികച്ച രൂപത്തിലല്ല, ശരിയാണ്. ഒരു ബിഗ് ആൻഡ് ഡിഫിക്കൽട്ട് ചലഞ്ചാണ് കോപ്പ അമേരിക്കയിൽ ബ്രസീൽ ടീമിനെ കാത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നു ബ്രസീൽ ഇമ്പ്രൂവ് ആവും, പോസിറ്റീവ് വേയിൽ ഇമ്പ്രൂവ് ആവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അവർ ഇമ്പ്രൂവ് ആവണം, എന്നിട്ട് അവർ പ്രൂവ് ചെയ്യണം റൊണാൾഡീഞ്ഞോ പറഞ്ഞത് റോങ് ആയിരുന്നു എന്ന് പ്രൂവ് ചെയ്യണം. അതിനെന്താണ് വേണ്ടത്? അവർ ചാമ്പ്യന്മാരാവുകയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ ബ്രസീലിയൻ ടീമിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ റൊണാൾഡീഞ്ഞോയുടെ ബ്രസീൽ ടീമുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ഈ ടീം അവരെക്കാൾ ഒരുപാട് താഴെയാണ്. 100% റൊണാൾഡീഞ്ഞോ പറഞ്ഞത് റൈറ്റാണ്. അങ്ങനെ നോക്കുമ്പോൾ റൊണാൾഡീഞ്ഞോ കളിച്ച ബ്രസീലിയൻ ടീം എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മളെ വിസ്മയിപ്പിച്ച അവസാനത്തെ ബ്രസീലിയൻ ടീം അതായിരിക്കും. അന്ന് അവർ പ്രസൻറ്റ് ചെയ്ത ആ ഫുട്ബോൾ അതിനി നമുക്ക് വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ് എന്ന രൂപത്തിലാണ് അവർ കളിച്ചത് എന്നുകൂടി റൊമാരിയോ പറയുന്നുണ്ട്. അതായത് റൊണാൾഡീഞ്ഞോയുടെ ആ പ്രസ്താവന പബ്ലിസിറ്റി സ്റ്റണ്ട് ആണെങ്കിലും അല്ലെങ്കിലും ഒന്ന് യാഥാർത്ഥ്യമാണ്. ആ പഴയ ബ്രസീലിയൻ മാജിക് ഇപ്പോൾ കൈമോശം വന്നിരിക്കുന്നു. അതാണ് റൊമാരിയോയും പറഞ്ഞു വെക്കുന്നത്. ഒരു പക്ഷേ റൊണാൾഡീഞ്ഞോ ഒക്കെ കളിച്ചിരുന്ന കാലഘട്ടത്തിലെ നമ്മെ വിസ്മയിപ്പിച്ചിരുന്ന ഒരു സെലക്കാവോ ബ്രസീലുണ്ട്, അതിപ്പോൾ കാണാനേയില്ല. വിമർശനങ്ങൾ അതുകൊണ്ട് തന്നെ വന്നുകൊണ്ടേയിരിക്കും. പരാജയങ്ങൾ ഈ സമീപകാലത്ത് വല്ലാതെ ബ്രസീലിനെ പിടിച്ചുലച്ചിട്ടുണ്ട്. വേൾഡ് കപ്പിന് ശേഷമുള്ള കാര്യങ്ങളൊന്നും എടുത്ത് നോക്കിയാൽ നമുക്കത് കൃത്യമായിട്ട് കാണാൻ പറ്റും. അടുത്ത വേൾഡ് കപ്പിനുള്ള ക്വാളിഫയറിൽ ബ്രസീൽ ഇപ്പോൾ സൗത്ത് അമേരിക്കയിൽ 6ാം സ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് റൊമാരിയോ പറഞ്ഞതാണ് അതിൻ്റെ ശരി. ഈ വിമർശനങ്ങളൊക്കെ തെറ്റാണെന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, ഈ കോപ്പ അമേരിക്ക അടിക്കണം. അതിന് കഴിയുമോ ബ്രസീലിൻ്റെ ടീമിന് എന്നുള്ളതാണ് ചോദ്യം. ഡൊറിവാൾ ജൂനിയർ തിരഞ്ഞെടുത്ത ബ്രസീലിയൻ ടീമിൽ മിക്കവരും യുവതാരങ്ങളാണ്, യങ് ബ്രസീലിയൻ ടീമാണ്.
അവരവരുടെ ക്ലബ്ബുകളിൽ മികച്ച രൂപത്തിൽ പ്രകടനം നടത്തുന്നവരുമാണ്. ആ ക്ലബിന് വേണ്ടി കളിക്കുന്ന ആത്മാർത്ഥത അവിടെ അവർ അത്രയധികം മികവ് കാണിക്കാറുണ്ടല്ലോ പലരും. അവരതുപോലെ ബ്രസീൽ ടീമിൻ്റെ ജേഴ്സിയിലും കാണിച്ചാൽ ഈ പറയുന്ന ക്രിറ്റിസിസങ്ങളൊക്കെ അവർക്ക് മാറ്റി എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ ചോദ്യം അത് തന്നെയാണ്, അതേ ആത്മാർത്ഥതയിൽ ഈ മഞ്ഞക്കുപ്പായത്തിൽ കളിക്കാൻ പറ്റുമോ? ആ കിരീടത്തിൽ മുത്തമിടാൻ പറ്റുമോ? എങ്കിൽ വിമർശകർ താനേ വായടക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.